ഹായ് ഫ്രണ്ട്സ്, അഞ്ജു ആൻഡ് നിവി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല തണുപ്പത്ത് ചൂട് പഴംപൊരിയും ചായയും സൂപ്പർ അല്ലേ? നമുക്കൊരു പഴംപൊരി ഉണ്ടാക്കാം. ഇന്നത്തെ റെസിപ്പി കേരള സ്പെഷ്യൽ പഴംപൊരി. ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ്: മൈദ, നേന്ത്രപ്പഴം വെച്ചിട്ടാണ് കേരള സ്റ്റൈൽ പഴംപൊരി ഉണ്ടാക്കുന്നത്, അരിപ്പൊടി, ഉപ്പ്, പഞ്ചസാര, ഏലക്ക പൊടിച്ചത്, മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് മാവ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് മൈദ ചേർക്കുന്നുണ്ട്. മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ചേർക്കാം. നിങ്ങളുടെ പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് വേണം പഞ്ചസാര ചേർക്കാൻ. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മധുരം കുറച്ച് മതിയെങ്കിൽ ആദ്യം 1-2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ട് ലാസ്റ്റ് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഇത് അരിപ്പൊടിയാണ്. ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കുക. നമ്മൾ പത്തിരിപ്പൊടിയൊക്കെ ഇല്ലേ, അതാണ് ചേർത്തിട്ടുള്ളത്. ഒരു ക്രിസ്പീനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കളറ് കിട്ടാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. നമ്മുടെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർക്കാം. ഏലക്കാപ്പൊടി ഓപ്ഷണലാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മാവ് തയ്യാറാക്കിയെടുക്കാം. ആദ്യം തന്നെ ഒന്നിച്ച് വെള്ളം ഒഴിക്കരുത്, കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് വേണം മാവ് തയ്യാറാക്കിയെടുക്കാൻ. മാവ് നല്ല കട്ടിയാവരുത്, നന്നായിട്ട് ലൂസായിട്ടും പോകരുത്, ഒരു മീഡിയം പരുവത്തിലായിരിക്കും. ഞാനിവിടെ ഒരു 1.25 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ അളവ് നിങ്ങളുടെ മൈദേൻ്റെ ഒക്കെ അത് കൺസിസ്റ്റൻസി അനുസരിച്ചിട്ട് അത് മാറി വരും. അപ്പോൾ അതിനനുസരിച്ച് ശ്രദ്ധിച്ചൊഴിക്കാം. കൈകൊണ്ട് കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് മാവ് തയ്യാറാക്കിയെടുക്കാം. കൈകൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ബീറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവയെല്ലാം കൂടെ ഒന്ന് മിക്സിയിൽ അടിച്ചിട്ടും മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ചില സ്ഥലങ്ങളിൽ ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നത് കാണാം, അതുപോലെ ദോശമാവ് ഉപയോഗിക്കുന്നത് കാണാം. അതേപോലെ തന്നെ 5-6 മണിക്കൂർ ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ച് പുളിപ്പിച്ചതിന് ശേഷം പഴംപൊരി ഉണ്ടാക്കുന്നത് കാണാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പഴംപൊരി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതുപോലെ ചായക്കടകളിലൊക്കെ അവർ കോഴിമുട്ട ഉപയോഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മാവ് ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. നമുക്ക് 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 20 മിനിറ്റിന് ശേഷം ഞാൻ ഈ മാവ് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഈ സമയത്ത് കൺസിസ്റ്റൻസി കുറവാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ മൈദ ആഡ് ചെയ്യാം കേട്ടോ. നമുക്കിവിടെ പഴം കട്ട് ചെയ്യാം. ഞാനൊരു പഴത്തിന് 4 പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത്. തൊലിയോടുകൂടി കട്ട് ചെയ്യുമ്പോൾ നമുക്ക് പിടിക്കാൻ സുഖമായിരിക്കും. അതുപോലെ നിങ്ങൾ എടുക്കുന്ന പഴം പച്ച ആയി പോകരുത്, ഒരു കറകുത്തലുണ്ടായിരിക്കും. നല്ല പഴുത്ത പഴം എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് എണ്ണ പിടിക്കും. പഴുത്തതായിരിക്കുകയും വേണം, നന്നായിട്ട് പഴുത്തതാവരുത്. അതായത് കറുത്ത ആ ഒരു തോലൊക്കെ കറുത്ത പഴം എടുത്തിട്ട് ഉണ്ടാക്കരുത്. ഇവിടെ ഞാൻ പാത്രത്തിൽ ചീഞ്ചട്ടിയിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഓയിലിൻ്റെ ചൂടറിയാൻ വേണ്ടിയിട്ട് കുറച്ച് മാവ് നമ്മൾ ആദ്യം ഒഴിച്ച് നോക്കാം. അപ്പോൾ മാവ് അങ്ങ് മുകളിലേക്ക് പൊന്തി വരുന്നതാണ് നമ്മുടെ വെളിച്ചെണ്ണയുടെ ചൂടെന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെക്കാം. നമ്മൾ പഴംപൊരി കുക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യരുത്. അപ്പോൾ എന്ത് സംഭവിക്കും? പഴം പെട്ടെന്ന് അങ്ങ് കറുത്തു പോകും, ഉള്ളിൽ വെന്തിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് എണ്ണ പിടിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം പഴംപൊരി ഉണ്ടാക്കിയെടുക്കാൻ. ഈ മാവൊക്കെ അങ്ങ് എടുത്ത് മാറ്റിയേക്കാം. നമുക്ക് പഴംപൊരി ഉണ്ടാക്കിയെടുക്കാം. പഴം എടുത്തിട്ട് മാവിലേക്ക് മുക്കുക. പഴത്തിൻ്റെ എല്ലാ സൈഡിലും മാവാകുന്ന രീതിയിൽ മുക്കിയെടുക്കണം. എന്നിട്ട് സാവധാനം വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല ഹൈറ്റിലിടരുത്, നന്നായിട്ട് വെളിച്ചെണ്ണ തെറിക്കും. കൈയൊന്നും പൊള്ളിക്കരുത്. സാവധാനം ഇട്ട് കൊടുക്കാം. അതെ, ഞാനിവിടെ ഒരു 3 കഷ്ണം പഴമാണ് ഇട്ടിരിക്കുന്നത്. തിളച്ച് വരുന്നുണ്ട്. പഴം അങ്ങ് പൊന്തി വരും. ആ പൊന്തി വരുന്ന സമയത്ത് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് തിരിച്ചും മറിച്ചു വിട്ടിട്ട് കളർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് കളർ ചേഞ്ച് ചെയ്യുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം.
ഇങ്ങനെ ഒട്ടി പിടിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഫോർക്കോ സ്പൂണോ എന്തോ വെച്ചിട്ട് ഇപ്പം തന്നെ നമുക്കത് പീസാക്കി മാറ്റാവുന്നതാണ്. അല്ലെങ്കിൽ കുക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. ഇത്രയൊന്നും ഓയിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഓയിൽ ഉപയോഗിച്ചത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇതൊരു ഫോട്ടോൻ്റെ ലുക്കിന് വേണ്ടിയിട്ടാണ് നീളത്തിൽ കട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറിയ പഴംപൊരി ഉണ്ടാക്കിയാൽ മതി, അപ്പം ഇത്രയും ഓയിൽ വേണ്ടി വരില്ല. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പഴംപൊരിയല്ലേ. എല്ലാവരും പഴംപൊരി ഇങ്ങനെയൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ആരെങ്കിലും പുതുതായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ പഴംപൊരിയുടെ കളറൊക്കെ മാറി വരുന്നുണ്ട്. നമുക്കിതെടുത്ത് മാറ്റാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പം ഒരു ബെല്ലൈക്കൺ കാണാം, അതുകൂടെ ക്ലിക്ക് ചെയ്തിരുന്നാൽ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നമ്മുടെ ചൂട് പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലുള്ള സൂപ്പർ റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്